ഏകീകൃത സിവിൽ കോഡ് അടക്കം വാഗ്ദാനങ്ങളുമായി ബി.ജെ.പിയുടെ പ്രകടന പത്രിക സങ്കൽപ് പത്ര അസമിൽ ചൊവ്വാഴ്ച പ്രകാശനം ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും സർബാനന്ദ സോനോവാളും ചേർന്നാണ് ഗുവാഹത്തിയിൽ പത്രിക പുറത്തിറക്കിയത്. ഏകീകൃത സിവിൽ കോഡാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം. അധികാര തുടർച്ചയുണ്ടായാൽ ആദിവാസി മേഖലകളിൽ ഒഴികെ ഇത് നടപ്പിലാക്കുമെന്ന് ചടങ്ങിൽ പ്രധാനമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുകയും ചെയ്തു. ഓരോ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജും ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ എഞ്ചിനീയറിംഗ് കോളേജും സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട്. രാജസ്ഥാൻ, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ നടപ്പാക്കിയതിന് സമാനമായി ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം വാഗ്ദാനം ചെയ്യുന്ന പ്രകടന പത്രിക ഞായറാഴ്ച കോൺഗ്രസ് പുറത്തിറക്കിയിരുന്നു. നിലവിൽ ബി.ജെ.പി നൽകുന്ന സഹായങ്ങൾ ലഭിക്കണമെങ്കിൽ ആ പാർട്ടിയുടെ അംഗമാകണമെന്ന നിബന്ധനയുണ്ടെന്നും എന്നാൽ കോൺഗ്രസ് അത്തരം വിവേചനങ്ങൾ കാണിക്കില്ലെന്നും പത്രിക പ്രകാശന വേളയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. മതപരമായ വിഭജനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും മറ്റൊരു മതത്തെ ലക്ഷ്യം വെക്കുന്നവർക്കും 5 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് അസം കോൺഗ്രസ് അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഗൗരവ് ഗൊഗോയും നേർക്കുനേർ ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം നീങ്ങുകയാണ്. 126 സീറ്റുകളുള്ള നിയമസഭയിലേക്ക് ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. മെയ് 4 വോട്ടെണ്ണൽ നടക്കും. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി സർക്കാർ 3-ാം തവണ തുടർച്ചയായി അധികാരത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ ഭരണകക്ഷിയെ ഏത് വിധേനയും പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്.